ഹലോ ഗൈസ്, സിംഗപ്പൂര് ചൂയിങ്ക ഇല്ലേ നമ്മുടെ നാട്ടിൽ ബബിൾക്കം എന്നൊക്കെ പറയും. ഈ ഒരു സംഭവം ഇവിടെ ബാൻഡാണ്. അതായത് ഇവിടെ സെയിൽ ചെയ്യാനും പറ്റത്തില്ല, ഇമ്പോർട്ട് ചെയ്യാനും പറ്റത്തില്ല, മാനുഫാക്ചർ ചെയ്യാനും പറ്റത്തില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ ആലോചിക്കുന്നത്? ചിലർക്കൊക്കെ ഈ കാര്യം അറിയാം, സിംഗപ്പൂർ ചൂയിങ്കം ബാൻഡാന്നുള്ളത്. പക്ഷെ എൻ്റെ റീസൺ എന്താണെന്നുള്ളതിൽ ഒരു കാരണം ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ ചൂയിങ്കം കഴിച്ചിട്ടേ ഈ സംഭവം ഈ മെട്രോ ഇല്ലേ, ഇവിടെ MRT എന്ന് പറയും, ഈ MRTയുടെ ഡോറിൻ്റെ ഗ്യാപ്പിൽ ഒട്ടിച്ച് വയ്ക്കും. അപ്പോൾ ഈ വണ്ടി ഓരോ സ്റ്റേഷനിൽ എത്തുമ്പോൾ ഈ ഡോറ് അല്ലെങ്കിൽ തുറക്കും അല്ലെങ്കിൽ അടയ്ക്കുമല്ലോ. ഇത് രണ്ടും അങ്ങ് കൃത്യമായിട്ട് വർക്കാവില്ല. ഇത് രണ്ടും കൃത്യമായിട്ട് വർക്കാവാത്തപ്പോൾ എന്തുണ്ടാവുക? ഡോർ അടഞ്ഞാലല്ല വണ്ടി പോവുക, അല്ലെങ്കിൽ ഡോർ തുറക്കാൻ പറ്റിയില്ലെങ്കിൽ എന്തുണ്ടാവും? ഇതെന്തെങ്കിലും ഒരു പ്രശ്നം കൊണ്ടാണല്ലോ ഡോർ തുറക്കാൻ പറ്റാത്തത്. അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടും ഈ ഒരു സമയം കുറേ നഷ്ടം വരും കമ്പനിക്ക്. ഇതിപ്പോൾ പബ്ലിക് ആണെങ്കിലും പ്രൈവറ്റ് ആണെങ്കിലും കമ്പനിയുടെ വണ്ടി സർവീസ് ഇങ്ങനെ മോശമായി കഴിഞ്ഞാൽ ഗവൺമെൻറ് ഫൈൻ മേടിക്കും. കാരണം ഇത് ജനങ്ങൾക്ക് ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ടാണല്ലോ. മെട്രോ എന്നൊക്കെ കൊണ്ടൊരു ലൂപ്പല്ല, ഈ ഒരു സ്റ്റേഷനിൽ നിന്ന് വണ്ടി പോയാൽ അടുത്തൊരു വണ്ടി വരുള്ളൂ. അപ്പോൾ അതൊരു ലൂപ്പായതുകൊണ്ട് തന്നെ എല്ലാ മെട്രോ വണ്ടികളും സ്റ്റക്കാവും, ഹാങ് ആവും. അപ്പോൾ ഈ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഗവൺമെൻറ് കൺഫേം ആയിട്ട് ഫൈൻ വാങ്ങും. അപ്പോൾ ഇത് അന്വേഷിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഈ ഡോർ അടയാത്തതിൻ്റെ ഇതിൻ്റെയൊക്കെ കാരണങ്ങൾ നോക്കി കഴിഞ്ഞപ്പോൾ മനസ്സിലായി ബബിൾക്കാണ് കാരണം എന്നുള്ളത്. അപ്പോൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ബാൻ ചെയ്തു. അതുകൊണ്ട് സിംഗപ്പൂരിൽ ചൂയിങ്കം വാങ്ങാനും കിട്ടില്ല, ഇമ്പോർട്ടും ചെയ്യാൻ പറ്റത്തില്ല, ഇവിടെ ഇരുന്ന് മാനുഫാക്ചർ ചെയ്യാനും പറ്റത്തില്ല. ഇതുപോലത്തെ കുറേ ഫണ്ണി ലോകങ്ങളുണ്ട് കേട്ടോ സിംഗപ്പൂരിൽ. അതൊക്കെ ഞാൻ വരുന്ന വീഡിയോയിൽ പറയാം. എന്തായാലും ഞാൻ ഈ സാധനം അൺബോക്സ് ചെയ്യട്ടെ. ഇതൊരു ഓർഗനൈസറാണ്, വന്നിട്ട് കുറേ നാളായി, ഇപ്പോഴാണ് അൺബോക്സ് ചെയ്യാൻ നേരം കിട്ടി. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.